അൽഹംദുലില്ലാഹ് സ്വല്ലല്ലാഹു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഹജ്ജിൻ്റെ ആത്മാവുമായി ബന്ധപ്പെട്ട ചില ഈമാനികമായ അല്ലെങ്കിൽ റൂഹുൽ ഹജ്ജ് എന്നോ അല്ലെങ്കിൽ ഈ ഹജ്ജിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അതിൻ്റെ ഒരു ഈമാനികമായൊരു ആവേശം എന്നുള്ളതാണ് എൻ്റെ ഈ സംസാരം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്മൾ നോക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള വാക്കുകൾ കൊണ്ട് ഒതുക്കാൻ കഴിയാത്ത രൂപത്തിൽ വല്ലാത്ത അള്ളാഹുവിനോടുള്ള സ്നേഹം അതിയായി ഉള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമയായി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹിനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു പൂർണ്ണ ചിത്രമാണ്. ആ സ്നേഹത്തിൽ നിന്നും അള്ളാഹുവിനോടുള്ള ബഹുമാനത്തിൽ നിന്നാണ് ജീവിതം അള്ളാഹ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. നിരന്തരമായ പരീക്ഷണങ്ങളാണ്. തൗഹീദ് പറഞ്ഞത് മുതൽ ഇറാഖിലെ ഊർ പട്ടണത്തിൽ തുടങ്ങി നാടുകൾ ദേശാടനം നടത്തി തൗഹീദ് പറഞ്ഞ് അതിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെട്ട് പുറത്താക്കപ്പെട്ട് അങ്ങനെ സിറിയയുടെ മണ്ണിലേക്ക് എത്തി, ഫലസ്തീനിലെത്തി, പിന്നീട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കാബ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഇബ്രാഹിം നബി നമ്മൾ കാണുമ്പോൾ അദ്ദേഹം ജീവിതം കൊണ്ട് അടുത്ത് തെളിയിച്ചു. തൻ്റെ ജീവിതം കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുന്നിൽ താൻ ഒന്നിനെയും വില കൽപ്പിക്കുന്നില്ല എന്നുള്ളത് അള്ളാഹുവിൻ്റെ മുമ്പിൽ തെളിയിച്ചു കൊടുത്തപ്പോഴാണ് ഇനി ആ ഒരു ചരിത്രപരമായ സംഭവം അതിന് യോഗ്യൻ ഇബ്രാഹിം നബിയാണ്, ഇബ്രാഹിമിൻ്റെ നാവിലൂടെയാണ് അലൈഹിസ്സലാം ആ വിളംബരം വരേണ്ടത് എന്ന് അള്ളാഹു തീരുമാനിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ നമുക്കറിയാം. ഒന്ന്, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം എന്നുള്ളത് ഒരു സമുദായമാണ്. ഒരു വ്യക്തി ഒരു സമുദായമായി പരിചയപ്പെടുത്തുകയാണ്. ഒരു സമുദായം ചെയ്യേണ്ട ദൗത്യം ഒരു വ്യക്തി ഏറ്റെടുത്ത് നിർവഹിക്കുന്ന സുന്ദരമായ ത്യാഗോജ്ജലമായ ചരിത്രമാണ് ഇബ്രാഹിം നബിക്ക്. പിന്നീട് ഇബ്രാഹിം നബി ഷാക്കിറൻ ലി അൻഉമിഹി ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തി മുസ്തഖീം. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന അള്ളാഹ് തിരഞ്ഞെടുത്ത് അള്ളാഹ് നേർമാർഗത്തിലേക്ക് കൊണ്ടുവന്നൊരു മനുഷ്യൻ. അങ്ങനത്തെ ഒരു മനുഷ്യൻ്റെ നാവിലൂടെ വാദ്യൻ ഫിന്നാസി, നീ ജനങ്ങൾക്കിടയിൽ നീ എന്ത് ചെയ്യുക? വിളംബരം നടത്തുക. ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഹജ്ജിന് വേണ്ടി ഇബ്രാഹിമെ നീ വിളംബരം നടത്തുക. ആ വിളംബരം കേട്ടുകൊണ്ട് അങ്ങോട്ട് ഒഴുകും ആളുകൾ അങ്ങോട്ട് വരും. റിജാലൻ കാൽനടയായിക്കൊണ്ടും വഅലാ കുല്ലി ളാമിരിൻ എല്ലാ മെലിഞ്ഞ ഒട്ടകങ്ങളുടെ മുകളിൽ കയറിക്കൊണ്ടും അലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് ദുർഘടമായ മലമ്പാതകൾ താണ്ടി വരുന്ന എല്ലാ മെലിഞ്ഞ ഒട്ടകങ്ങൾ. അതിനെക്കുറിച്ച് വിശദീകരിച്ചെടുത്ത് മുഫസ്സിറുകൾ പറഞ്ഞ് ഈ ളാമിർ എന്തുകൊണ്ട് എന്താ പ്രയോഗിച്ചത്, ഈ മെലിഞ്ഞ ഒട്ടകങ്ങൾ എന്ന് പ്രയോഗിച്ചത്? രണ്ട് വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്ന്, ഈ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നവർ നല്ല ആരോഗ്യമുള്ള നല്ല ശരീരപുഷ്ടിയുള്ള ഒട്ടകങ്ങളെ വാങ്ങും അല്ലെങ്കിൽ മൃഗങ്ങളെ വാങ്ങും. മക്കയിലേക്ക് അത് ഇത്ര ദുർഘടമായ വഴികൾ താണ്ടി അടുത്തുമ്പോഴേക്ക് ആ മൃഗം ക്ഷീണിച്ച് അവശനായ നിലയിലായിരിക്കും. അതുകൊണ്ടായിരിക്കാം ളാമിർ എന്ന് പ്രയോഗിച്ചത്. രണ്ടാമതൊരു സാധ്യത മുഫസ്സിറുകൾ പറഞ്ഞത്, ഇവർ മക്കയുടെ പ്രദേശം നമുക്കറിയാം മലമ്പാതകളാണ്, ദുർഘടമായ കരിമ്പാറകൾക്ക് മുകളിലൂടെ യാത്രയാണ്. നല്ല തടിയുള്ള നല്ല നല്ല തടിയുള്ള ഒരു മൃഗമാണെങ്കിൽ ഒരു പക്ഷേ മനുഷ്യർ തടിച്ചാൽ എന്താണ് ഉണ്ടാകുന്നത്? കയറ്റം കയറുമ്പോൾ മറ്റുമൊക്കെ കിതച്ച് പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് അത്ര വലിയ ശരീരപുഷ്ടിയുള്ള മൃഗങ്ങളെ അല്ലാതെ അതിന് യോഗ്യമായ മലമ്പാതകൾ വളരെ ഭംഗിയായി കയറിപ്പോകാൻ കഴിയുന്ന താരതമ്യേന മെലിഞ്ഞ ഒട്ടകങ്ങളെ ആയിരിക്കും അതിനു വേണ്ടി ഹജ്ജ് യാത്രികർ തിരഞ്ഞെടുക്കുക. അതുകൊണ്ടായിരിക്കാം ളാമിർ എന്ന് പ്രയോഗിച്ചത് എന്നുള്ളൊരു വ്യാഖ്യാനമുണ്ട്. ഏതായിരുന്നാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഹജ്ജിന് വിളംബരം ചെയ്യണം. പിന്നീട് തൗഹീദി പ്രഖ്യാപനവുമായിക്കൊണ്ട് ലോകം മുഴുവൻ മക്കയിലേക്ക് വരികയാണ്. ഇവിടെയാണ് നമ്മൾ ഒരു വിശ്വാസി, ഒരു മുവഹിദ് അള്ളാഹനെ ആരാധിക്കുന്നത് ഒരു ചിത്രമോ ഒരു രൂപമോ മുമ്പിൽ തൻ്റെ മനസ്സിനെ കേന്ദ്രീകരിക്കാൻ ഒന്നുമില്ല. അള്ളാഹുവിനെ അവൻ കാണുന്നില്ല. അള്ളാഹുവിനെ കാണാനോ അവൻ്റെ രൂപം കാണാനോ അവൻ്റെ ചിത്രമോ ഒന്നും മുമ്പിലില്ല. അത് മനുഷ്യപ്രകൃതിക്ക് പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹനെ ആരാധിക്കുന്നത്, നിങ്ങളുടെ മുമ്പിൽ ഒരു ചിത്രം പോലില്ലല്ലോ എന്ന് മറ്റു മതസ്ഥർ നമ്മളോട് പറയുന്നതും. ഇത് അള്ളാഹുവിനെ കാണാതെ എന്നാൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം മുഴുവനും അവൻ പ്രകടിപ്പിക്കുന്നത്, സ്നേഹം അറിയിക്കുന്നത് അദൃശ്യമായ രൂപത്തിലാണ്, ഈ മറഞ്ഞ മാർഗത്തിലാണ്. വിശ്വാസിയുടെ ഹൃദയമാണെങ്കിലോ അള്ളാഹിനോടുള്ള ഇഷ്ടം കൊണ്ട് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ല, അള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ട് നമ്മുടെ മനസ്സുകൾ നിറഞ്ഞതാണ്. അള്ളാഹുവിനെ കാണുക എന്നുള്ളത് നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ആഗ്രഹം, അത് മനുഷ്യപ്രകൃതിയാണ്. കാണണം, താൻ ബഹുമാനിക്കുന്നവനെ സ്നേഹിക്കുന്നവനെ കാണുക എന്നുള്ളത് നമ്മുടെ ഹൃദയം വെമ്പൽ കൊള്ളുന്നതാണ്.
ആ പ്രകൃതിയെ ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട്. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അന്ന് ചില മുഖങ്ങൾ പ്രസന്നായിരിക്കും, സന്തോഷം കണ്ട് പ്രകടിച്ച് കണ്ട് ജ്വലിച്ച് നിൽക്കുകയായിരിക്കും. ഇലാ റബ്ബിഹാ നാദിറ, തൻ്റെ റബ്ബിലങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അത് വിശ്വാസിക്ക് അല്ലാഹ് പ്രതീക്ഷ കൊടുക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ എന്നെ കാണാൻ നിങ്ങൾക്ക്, നിങ്ങളുടെ മനസ്സിൽ എന്നോടുള്ള ഇഷ്ടവും സ്നേഹവും നിങ്ങൾ പ്രകടിപ്പിക്കാനുള്ള നിങ്ങളുടെ ആ വെമ്പൽ ഞാൻ അറിയുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ലെങ്കിലും നാളെ എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്ന് പറഞ്ഞ് വിശ്വാസിയെ ആശ്വസിപ്പിക്കുകയാണ്. സമാനമായ ഒരുപാട് സംഭവങ്ങൾ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖറജ അലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ബദർ, പൂർണ്ണ ചന്ദ്രനുള്ള ഒരു ദിവസം അങ്ങോട്ട് വന്നു. എന്നിട്ട് സ്വഹാബിമാർക്ക് ഈ ചന്ദ്രനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദാ, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദാ. നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക, നിങ്ങളുടെ ആ മനസ്സിൻ്റെ തേട്ടം സാക്ഷാത്കരിക്കപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ഈ ചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുന്ന ഒരു ദിവസം വരാനുണ്ട്. ലാ തുലാമൂന ഫി റുയത്തി, നിങ്ങൾക്ക് ആ കാഴ്ചയിൽ ഇപ്പം നിങ്ങൾ ഈ ചന്ദ്രൻ ചിലപ്പോൾ മഴമേഘത്തിൻ്റെയോ മറ്റോ പ്രയാസങ്ങൾ ഉണ്ടാവാം, അന്ന് ഒരു പ്രയാസവും ഇല്ലാതെ റബ്ബിനെ കാണാൻ കഴിയും. സ്വർഗത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പം സ്വർഗത്തിലുള്ള ആളുകൾ മുഴുവനും, സ്വഹീബുൻ സിനാൻ റൂമി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, സ്വർഗത്തിലുള്ള ആളുകൾ ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വന്നത്, ഹൽ തുരീദൂന ഷൈഅൻ അസീദുക്കും, ഞാൻ നിങ്ങൾക്ക് വല്ലതും പുതുതായി തരണം നിങ്ങൾ ആഗ്രഹിക്കുന്നു, കൂടുതൽ തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ സ്വർഗവാസികൾ അത്ഭുതപ്പെടുകയാണ്, പടച്ചോനെ ഈ അനുഗ്രഹങ്ങൾക്കപ്പുറത്ത് ഇനി എന്ത് അനുഗ്രഹം കിട്ടാനുള്ളത്? സ്വർഗീയ അനുഗ്രഹങ്ങളിൽ അവർ അത്ഭുതപ്പെട്ട്, ഇതിനേക്കാൾ വലിയ വല്ല അനുഗ്രഹം ഉണ്ടോ? ഒരു നിമിഷം അവർ ആ ഒരു വലിയ അവരുടെ ഒരു സ്വപ്നത്തിൽ നിന്ന് ഒരു നിമിഷം അവർ മാറിപ്പോവാണ്. സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾക്ക് മുമ്പിൽ അവരിങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് അവർ തിരിച്ചു പറയുന്നൊരു വാക്കുണ്ട്, അലം തുബയ്യിളു വുജൂഹന, നീ ഞങ്ങളുടെ മുഖം വെളുപ്പിച്ചില്ലേ, വതുദ്ഖിൽനൽ ജന്ന വതുനജ്ജിന മിനന്നാർ, സ്വർഗത്തിൽ പ്രവേശിച്ച് നരകത്തു നിന്ന് കാത്ത് രക്ഷിച്ചില്ലേ, ഇതിനേക്കാൾ വലിയ അനുഗ്രഹം ഉണ്ടോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയക്ഷിഫുൽ ഹിജാബ, അല്ലാഹ് മറങ്ങട് നീക്കി കൊടുക്കും. ഫയക്ഷിഫുൽ ഹിജാബ ഫമാ ഉഅതു ഷൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദരി ഇലാ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിനെ നേരിട്ട് കാണുന്നതിനേക്കാൾ വലിയ ഒരനുഗ്രഹവും തങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല എന്ന് അവരംഗീകരിക്കും. അതിനേക്കാൾ വലിയ ഒന്നുമില്ല, ഈ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ ഒന്നും ഇതിൻ്റെ അടുക്കൽ വന്നു നിൽക്കാൻ യോഗ്യമല്ല, ഇതാണ് മഹാനുഗ്രഹം എന്നവർ തിരിച്ചറിയും. ഞാൻ ഈ പറഞ്ഞത്, ഈ ഹദീസുകൾ മുഴുവൻ എങ്ങോട്ട് വിരൽ ചൂണ്ടുന്നത്, ഇത് മനുഷ്യൻ്റെ പ്രകൃതിയാണ്. ഈ മനുഷ്യ പ്രകൃതി ഒരിക്കലും നമുക്ക് അടക്കി നിർത്താൻ കഴിയില്ല. സ്നേഹിക്കുന്ന ഒന്നിനെ കാണുക, സ്നേഹിക്കുന്ന ഒന്നുമായി ബന്ധപ്പെട്ടതുമായി ചുറ്റിപ്പറ്റി ആ സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ മനസ്സിലുണ്ട്. തൻ്റെ അഭിനിവേശം, സ്നേഹം, തൻ്റെ ആഹ്ലാദം, തൻ്റെ ഭയഭക്തി, ഇതെല്ലാം പ്രകടിപ്പിക്കാൻ അവൻ്റെ മനസ്സിങ്ങനെ വെമ്പൽ കൊള്ളുന്നുണ്ട്. പക്ഷെ ആ അനുഗ്രഹം അള്ളാഹനെ കാണുക എന്ന ആ മഹാസൗഭാഗ്യം ദുനിയാവിൽ നടക്കില്ല. പിന്നെന്തുണ്ട് മാർഗം? അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശആയിറുകളെ നിശ്ചയിക്കുന്നത്. ആ ശആയിറുകളെ നിശ്ചയിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, ദാലിക വമൻ യുഅദ്ദിം ശആയിറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഒരു വ്യക്തി ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടതിനെയൊക്കെ സ്നേഹിക്കും. ചില ഉമ്മ നഷ്ടപ്പെട്ടു, ഉപ്പ നഷ്ടപ്പെട്ടു, ഉപ്പ ഉപയോഗിച്ചിരുന്നത്, ഉമ്മ ഉപയോഗിച്ചിരുന്നത്, അതൊക്കെ നമുക്ക് പ്രിയപ്പെട്ടതായി മാറും. അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ് കഅബയോടുള്ള ഇഷ്ടമായി പിന്നീട് മാറുന്നത്. ഇത് അള്ളാഹ് ഇഷ്ടപ്പെട്ട അള്ളാൻ്റെ ഭവനമായി, ഇതാ ഞാൻ എൻ്റെ ഭവനമായി സ്വീകരിച്ചതാണ്. നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹം ഉണ്ടല്ലോ, ആ സ്നേഹം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ, എന്നോടുള്ള നിങ്ങളുടെ അടുപ്പം പ്രകടിപ്പിക്കാൻ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എൻ്റെ ഈ ശആയിറുകൾ തരികയാണ്. എൻ്റെ കൽപ്പന നിറവേറ്റി നിങ്ങൾ അവിടെ പോയി ഞാൻ പറഞ്ഞതുപോലെ മനാസിക്കുകൾ, ആരാധന കർമ്മങ്ങൾ നിർവഹിക്കൂ, എന്നോടുള്ള സ്നേഹങ്ങൾ പ്രകടിപ്പിച്ചുകൊള്ളി. ഒരു പരിധി വരെ നിങ്ങൾക്കത് ആശ്വാസം ലഭിക്കും, പൂർണ്ണമായ ആശ്വാസം ലഭിക്കും. അത് അള്ളാഹനെ കാണുന്നവരെ ആ സ്നേഹം അത് അങ്ങനെ ജ്വലിച്ചുകൊണ്ട് അതിൻ്റെ എൻഡിലേക്ക് എത്താൻ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമതായി ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ, അതാണ് കഅബയോട് മനുഷ്യർ കാണിക്കുന്ന, ഹാജിമാർ കാണിക്കുന്ന കഅബയോടുള്ള ഇഷ്ടം യഥാർത്ഥത്തിൽ കഅബയോടുള്ള ഇഷ്ടമല്ല, അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ്. അവരുടെ മനസ്സിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. ചില സമയത്ത് നമുക്ക് ആഹ്ലാദവും സന്തോഷമൊക്കെ വരുമ്പോൾ ഇങ്ങോട്ട് പ്രകടിപ്പിക്കാൻ, ശബ്ദമുണ്ടാക്കാൻ അല്ലെങ്കിൽ അലറാൻ
ഒച്ചത്തിൽ നിലവിളിക്കാൻ അല്ലെങ്കിൽ ഉച്ചത്തിൽ ആ സന്തോഷം പ്രകടിപ്പിക്കാൻ മനുഷ്യൻ്റെ മനസ്സ് തേടിക്കൊണ്ടിരിക്കും. ഇത് അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ പ്രകൃതി. ഇതും ഇസ്ലാം അംഗീകരിച്ചു. ഇസ്ലാമിൽ അടിസ്ഥാനപരമായ ആരാധനകൾ, ദിക്റുകൾ പറയുന്നിടത്തൊക്കെ സിർറൻ, രഹസ്യമായിട്ടാണ്. ശബ്ദത്തിൽ ബഹളം നടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിങ്ങളെ റബ്ബ് ചെവി കേൾക്കാത്ത ആളല്ല, നിങ്ങൾ ശബ്ദം ഉയർത്തരുത് എന്ന് പറഞ്ഞ അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് അഫ്ളലുൽ ഹജ്ജി ബിൽ അജ്ജി വസ്സജ്ജ്, ഏറ്റവും നല്ല ഹജ്ജ് അജ്ജ് കൊണ്ടും സജ്ജ് കൊണ്ടുമാണ്. സജ്ജ് എന്ന് പറഞ്ഞാൽ ബലികർമ്മമാണ് ഉദ്ദേശിച്ചത്, ധാരാളമായി ബലി അറുക്കുക എന്നുള്ളതാണ്. അജ്ജ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ശബ്ദമുയർത്തുക എന്നുള്ളതാണ്. ശബ്ദമുയർത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ജാഅനി ജിബ്രീലു, ജിബ്രീൽ എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞു, അൻ ആമുറ അസ്ഹാബി അൻ യർഫഉ അസ്വാതഹും ബിത്തൽബിയ, എൻ്റെ സ്വഹാബിമാരോട് തൽബിയത്ത് മെല്ലെ ചൊല്ലണ്ട, ഉറക്കെ ചൊല്ലിക്കൊളി എന്ന് പറയാൻ എന്നോട് കൽപ്പിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്താണ് കുറിക്കുന്നത്? അള്ളാഹിനോടുള്ള ഇഷ്ടം അങ്ങോട്ട് തിളച്ചിട്ട് അവസാനം അത് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, പടച്ചോനെ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളിതാ വരികയാണ്, ലബ്ബൈക ലാ ശരീക ലക്, അതിങ്ങനെ ആ സ്നേഹമായിട്ട് ശബ്ദത്തിൽ വിളിച്ചു പറയാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയ്യത്ത് പറഞ്ഞെടുത്ത് ഹജ്ജിൻ്റെ ഉംറൻ്റെ നിയ്യത്ത് മാത്രമാണ് ജഹ്റൻ ശബ്ദത്തിൽ പഠിപ്പിച്ചത്. ലബ്ബൈക് അല്ലാഹുമ്മ ഹജ്ജൻ വ ഉംറ, ലബ്ബൈക് അല്ലാഹുമ്മ ഉംറത്തൻ പറയണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാത്രമല്ല യർഫഉ അസ്വാതഹും, ശബ്ദം ഉയർത്തി നിങ്ങൾ ഉറക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൽബിയത്തിൽ നിന്ന് കാണുന്നു, അദ്ദേഹത്തിൻ്റെ 2 വിരലുകൾ ചെവിയിലാണ്, അദ്ദേഹം അതിന് മാത്രം ശബ്ദത്തിൽ തൽബിയത്തിൽ നിന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മനുഷ്യൻ്റെ ആ പ്രകൃതിയെ അംഗീകരിക്കുകയാണ്. അള്ളാഹിനോടുള്ള ഇഷ്ടം നിങ്ങൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന തൽബിയത്ത് പറഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശാന്തി കൊടുക്കി. അത് മാത്രമല്ല ആ പ്രയോഗം ലബ്ബൈക എന്ന പ്രയോഗം അതിന് പല അർത്ഥങ്ങളുണ്ട്. ലബ്ബ എന്നുള്ളതിന് സ്നേഹം എന്ന അർത്ഥത്തിൽ വരുന്നുണ്ട്. അതേപോലെ ലബ്ബ എന്നതിന് സാധാരണ പ്രസൻറ്റ് സാർ എന്നുള്ളതിന് സാറ് ക്ലാസ്സിൽ അധ്യാപകന് പ്രസൻറ്റ് എടുക്കുമ്പോൾ പേര് വിളിക്കുമ്പോൾ ഹാദിർ അല്ലെങ്കിൽ ലബ്ബൈക്ക് എന്നൊക്കെ പ്രയോഗിക്കും. ശരിക്ക് ലബ്ബ എന്ന് പറഞ്ഞാൽ ഉത്തരം നൽകിയെന്ന. ലബ്ബൈതുക, ഞാനിതാ നിനക്ക് ഉത്തരം നൽകിയിരിക്കുന്നു, നീ എന്നെ വിളിച്ചു, ഹജ്ജിന് വേണ്ടി ക്ഷണിച്ചു, ഞാൻ ആ വിളി കേട്ടിട്ട് ഞാൻ ലബ്ബൈതുക റബ്ബ് എന്ന് പറയുന്നതിന് പകരം ലബ്ബൈതുക എന്നല്ല പഠിപ്പിച്ചത്, ലബ്ബൈക. അതിനെക്കുറിച്ച് ചർച്ച ചെയ്തത് പണ്ഡിതന്മാർ പറഞ്ഞു, ലബ്ബൈക എന്നുള്ളത് ഇതാ നിന്റെ വിളിക്കുത്തരം നൽകി. മുമ്പിന്ന് ഒരാൾ നമ്മളെ വിളിക്കുമ്പം പ്രസൻറ്റ് സാർ എന്ന് പറയുന്നത് പോലെയാണത് ലബ്ബൈക്ക് എന്ന് പറഞ്ഞാൽ. ഓരോ വട്ടവും അള്ളാഹ് നമ്മളെ വിളിക്കുകയാണ്, ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിലാണ്, റബ്ബ് എന്നെ ഞാനുമായിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന ഒരു അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിച്ചതായി കാണാൻ സാധിക്കും. മാത്രമല്ല നമ്മുടെ ഹൃദയങ്ങൾ എപ്പോഴും കാബയോട് മക്കയോട് ബന്ധപ്പെട്ടാൽ പിന്നെ അതിൽ നിന്ന് വിട്ടുപോരാൻ സമ്മതിക്കൂല. കാരണം ഞാൻ പലപ്പോഴും ഈ ഹജ്ജിന് ഉംറക്കൊക്കെ പോകുന്നതിന് മുമ്പ് ആലോചിച്ചാണ്, ഈ ഉംറക്ക് പോയ ആളുകൾ വീണ്ടും പോകുമ്പോൾ ഇവരൊരു വട്ടം പോയതല്ലേ, പോവാത്ത ആളുകൾക്കൊക്കെ ഒരു അവസരം കൊടുത്തൂടെ, ഇവർക്ക് നമ്മളൊക്കെ ഒന്ന് കൊണ്ടുപോയിക്കൂടെ എന്ന് സ്വാഭാവികമായി ആഗ്രഹിച്ചു പോകാറുണ്ട്. എന്താ ഈ പോയവരെന്നെ പോണത്? പക്ഷെ അള്ളാഹിൻ്റെ തൗഫീഖോടുകൂടി ഒരു ഉംറക്ക് പോയപ്പോൾ ഒരു കൊല്ലം പിടിച്ചിക്കാൻ കഴിയില്ല. വേറൊന്നും കിട്ടണമെന്നോ അല്ലെ സാമ്പത്തികമായിട്ട് ഒരു പക്ഷേ കൂട്ടിക്കഴിച്ചൊക്കെ നഷ്ടമായിരിക്കും പോയി വന്നാൽ. പക്ഷേ അവിടെ ചെന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സും കേട്ട് അത് അംഗീകരിക്കില്ല. അവിടെ എൻ്റെ ഉമ്മ പറയുന്ന ഒരു ഓർമ്മയിൽ, ഉമ്മ ചെറുപ്പത്തിലൊക്കെ പിന്നെ പെങ്ങളുമായിക്കൊണ്ട് ഈ മീൻ കിട്ടുമ്പോൾ നല്ല വലുപ്പം നോക്കിയെടുക്കാൻ വേണ്ടിയൊക്കെ പലപ്പോഴും പിന്നെ തർക്കം കൂടുന്ന സമയത്ത് ഉമ്മ പറയുന്നുണ്ട്, തിന്നുന്ന തൊള്ളയ്ക്ക് അൽച്ചുണ്ടാവും എന്നുമ്മ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് കിട്ടാത്തവന് ഇതെന്താണെന്ന് അറിയില്ലല്ലോ, കിട്ടിക്കഴിഞ്ഞാൽ ആണല്ലോ ആ വില മനസ്സിലാക്കുക. ഹജ്ജ് ഉംറയും ചെയ്ത ആളുകൾക്ക് സംഭവം അവിടെ എത്തിപ്പെട്ടാൽ പിന്നെ അവിടെ എത്താൻ നമ്മുടെ മനസ്സ്. വിശുദ്ധ ഖുർആനിലെ പ്രയോഗം വൈദ് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസി വഅംന. മസാബ സങ്കേതം എന്നാണ് പ്രയോഗിച്ചത്. സങ്കേതം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഒക്കെയാണ്, നമുക്ക് എല്ലാ നിലക്കും നമുക്ക് അവിടെ നിൽക്കാൻ നമ്മുടെ മനസ്സും ശരീരവും റെഡി ആകുമ്പോഴാണല്ലോ മസാബത്താകുക. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഐ ലാ യഖ്ദൂന മിൻഹു വതറ, മടുപ്പ് തോന്നൂല. പോയാലും ഒരിക്കലും മടുപ്പ് തോന്നൂല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്തംതിഉ ബിഹാദൽ ബൈത്ത്,
ഇസ്തംത എന്ന് പറയുന്നത് നിങ്ങൾ എൻജോയ് ചെയ്യൂ, ആസ്വദിക്കൂ. നിങ്ങൾ ഈ ഭവനത്തെ പരമാവധി നിങ്ങൾ ആസ്വദിക്കൂ എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്. ഇസ്തംതിഉ ബിൽ ബൈത്ത്. അലി ഇബ്നു മുവഫഖ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, മിനൽ ഉബ്ബാദ് സ്വാലിഹീൻ, അറിയപ്പെട്ട പഴയ കാലത്ത് ഹിജറ 260കളിൽ മരിച്ചുപോയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ ആരാധനകളെക്കുറിച്ചൊക്കെ ചരിത്രങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ 60 ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്ന്. 60ാമത്തെ ഹജ്ജ് ചെയ്ത സമയത്ത് അയാൾക്ക് ഇനി അത്രക്കായല്ലോ, ഇനി എനിക്ക് ഇങ്ങോട്ട് വരാനൊന്നും തോന്നലുണ്ടാവില്ല, എവിടുന്ന് പോവാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിലേക്ക് പോകണമെന്നൊരു മനസ്സ് വിളിക്കുമല്ലോ, ഏത് ഹജ്ജാണെങ്കിലും ഉംറയാണെങ്കിലും ഇതാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇനി വരണമെന്നൊന്നും ആഗ്രഹം ഉണ്ടാവില്ല, 60 ആയില്ലേ. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു എന്നാണ്. ആ സ്വപ്നം എന്ന് പറയുന്ന ആ സ്വപ്നത്തിൽ അദ്ദേഹത്തോട് വന്നുകൊണ്ട് ഒരാൾ പറയാണ്, ഹൽ തദ്ഉ ഇലാ ബൈതിക ഇല്ലാ മൻ തുഹിബ്. നീ നിൻ്റെ വീട്ടിൽ നിന്നെ ഇഷ്ടമുള്ളവരെ അല്ലാതെ ക്ഷണിച്ച് സൽക്കരിക്കുമോ? എന്നിട്ട് അതിനെ തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഫതൂബ ലിമൻ ഹമലഹുൽ മൗല ഇലൽ മഖാമിൽ അല. അങ്ങനെയെങ്കിൽ ഒരു ഹൃദയം കഅബയിലേക്ക് കൊതിക്കുന്നുണ്ടെങ്കിൽ അവനെ അള്ളാഹ് കഅബയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹ്ക്ക് അവൻ ഇഷ്ടപ്പെട്ടവനായതുകൊണ്ടാണ് അവൻ്റെ ഹൃദയം കഅബയിലേക്ക് തേടിക്കൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് പറയും. പിറ്റത്തെ പ്രാവശ്യം അദ്ദേഹത്തിന് ഹജ്ജിന് വരാതിരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നും പറയുന്നൊരു സംഭവമുണ്ട്. ഞാനിത് പറഞ്ഞത് നമ്മുടെ ഹൃദയവും ഹജ്ജും ഉംറയും അതുപോലെയുള്ള ഈ കഅബയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു രൂപമാണ്. തൗഹീദിൻ്റെ പ്രകടനമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്. ഓക്കെ, ഈ ലോകത്തോട് തൗഹീദി വിളംബരം നടത്തുകയാണ്. പടച്ചോനെ, നിനക്കൊരു പങ്കുകാരനുമില്ല എന്ന് പറയുന്ന തൗഹീദിൻ്റെ മഹാസമ്മേളനമാണ്. മാനവ സമത്വത്തിൻ്റെ സമ്മേളനമോ ഐക്യത്തിൻ്റെ സമ്മേളനമോ മനുഷ്യർക്കിടയിൽ ജാതി ദേശ വ്യത്യാസങ്ങളൊന്നുമില്ല. റബ്ബിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മതൻ വാഹിദ വ അന റബ്ബുക്കും ഫഅബ്ദൂൻ. അത് ആ ആയത്ത് ആ ഹജ്ജിൻ്റെ സമയമാകുമ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മതൻ വാഹിദ. പിന്നെ അറഫ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. അറഫ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ നോക്കി, അറഫ മക്കയിൽപ്പെട്ടതല്ല എന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അതിൻ്റെ ഹിക്മത്തിനെ കുറിച്ച് ചർച്ച വന്നപ്പോൾ ഇബ്നു അബ്ബാസിനെ പോലെയുള്ള ആളുകളൊക്കെയും അതിനെക്കുറിച്ച് നടത്തിയൊരു പരാമർശമുണ്ട്. എന്തുകൊണ്ട് അറഫ മക്കയിൽപ്പെടാതെ പോയി? മുസ്ദലിഫയും മിനയൊക്കെ പെടുമ്പോൾ എന്നിട്ടോ മക്കയുടെ പരിധിയിൽപ്പെടാത്ത അറഫയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഹജ്ജു അറഫ എന്ന് പറഞ്ഞത്. അതിനെ നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അവർ വിശദീകരിച്ച് പറഞ്ഞത്, ഏതൊരു വ്യക്തിയും ഏതൊരു രാജാവിൻ്റെ ദർബാറിലേക്ക് കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ ആദ്യം എന്ത് ചെയ്യും? ആ കവാടങ്ങൾ തുറന്നു കിട്ടാൻ വേണ്ടി അവിടെ നിന്നിട്ട് അവർ അങ്ങേയറ്റം വിനയവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കും. അള്ളാഹുവിനോട് നമ്മൾ കാണിക്കുന്ന വിനയ സ്നേഹ പ്രകടനത്തിൻ്റെ അങ്ങേയറ്റത്തെ അടിമത്തത്തിൻ്റെ താഴ്മയുടെ വിനയത്തിൻ്റെ ഒരു ഉഗ്രരൂപമാണ് അറഫയിൽ നടക്കുന്നത്. മനുഷ്യന്മാർ ആകെ അവശരായി പ്രയാസപ്പെട്ട് ഈ വെയിലത്ത് ചൂട് സഹിച്ച് അറഫ എന്ന സ്ഥലത്ത് പകരി വെയിലത്ത് അങ്ങനെ നിലകൊള്ളുകയാണ്. മഗ്രിബ് വരെ അവർ അള്ളാഹിൻ്റെ മുമ്പിൽ എല്ലാത്തിനെയും വലിച്ചെറിഞ്ഞു. അവരിതൊക്കെ വലിച്ചെറിഞ്ഞ തൗഹീദിന് വേണ്ടിയിട്ടാണ്. പടച്ചോനെ, നിന്റെ തൗഹീദിന് വേണ്ടി എനിക്ക് കുടുംബം വേണ്ട, എനിക്ക് കച്ചവടം വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച ആളുകൾ റബ്ബിൻ്റെ മുമ്പിൽ ഞാനൊരു പുഴുവിനെ പോലെ നിന്റെ മുമ്പിൽ നിസ്സാരനാണ് എന്ന് പ്രകടിപ്പിക്കുന്ന താഴ്മയുടെ അങ്ങേയറ്റത്തെ അവസ്ഥയാണ് അറഫയിൽ കാണുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ വ്യത്യസ്ത റിവായത്തുകളിൽ കാണാൻ സാധിക്കും, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാർ മിൻ യൗമി അറഫ. അറഫ ദിവസം അള്ളാഹു നരകമോചനം നൽകുന്നത് പോലെ ഒരു സമയത്ത് അള്ളാഹു ആളുകൾക്ക് നരകമോചനം നൽകൂല. വ ഇന്നഹു ലയദ്നു, അള്ളാഹു അടുത്തു വരുന്ന പറഞ്ഞു. അറഫയുടെ ദിവസം അശിയ അസറിൻ്റെ സമയം അടുത്തു വരും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ യുബാഹി ബി അഹ്ലി മലായികത്തിസ് സമാ ബി അഹ്ലി അറഫാത്തിൻ ബി മലായികത്തിസ് സമാ ഇന്നല്ലാഹ യുബാഹി ബി അഹ്ലി അറഫാത്തിൻ മലായികത്തിസ് സമാ. മലക്കുകളോട് അള്ളാഹ് ഫഖർ പറയുന്ന, ഈ യുബാഹി എന്ന പദത്തിനർത്ഥം ഫഖർ പറയാന്ന. മലക്കുകളോട് അള്ളാഹ് ഫഖർ പറയും, അഭിമാനം നടിച്ചുകൊണ്ട് പറയും, ഉൻദുറൂ ഇലാ ഇബാദി ഹൗലാഇ ജാഊനി ശുഅ്സൻ ഗുബ്റാ. കണ്ടോ നിങ്ങൾ, എൻ്റെ അടിമകൾ എൻ്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട്
പൊടി പുരണ്ട് മുടി ജട പിടിച്ച് ഈ വെയിലത്തും എൻ്റെ മുമ്പിൽ വന്ന് എൻ്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന എൻ്റെ ഈ അടിമകളെ നിങ്ങൾ നോക്കി എന്ന് പറഞ്ഞ് അള്ളാഹ് ഫഖ്റ് കാണിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അറഫയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹജ്ജിൽ നമ്മൾ കാണുന്നത് അങ്ങേയറ്റത്തെ വിധേയത്വം, അടിമത്തം. മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ? മുസ്ലിം എന്ന് പറഞ്ഞാൽ വിധേയപ്പെട്ടവെന്ന, തൻ്റെ മുമ്പിലുള്ള എല്ലാത്തിനെയും ബുദ്ധി കൊണ്ട് ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി മാത്രം സ്വീകരിക്കുന്നവനാണെങ്കിൽ പിന്നെ മുസ്ലിം എന്ന് പറയുന്നതിൽ അർത്ഥമല്ലല്ലോ. മുസ്ലിം എന്ന് പറയണമെങ്കിൽ അള്ളാഹ്ക്ക് വിധേയപ്പെടണം. എല്ലാത്തിൻ്റെയും ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ ഹിക്മത്തുകൾ നമുക്കറിയില്ല. ചിലപ്പം എന്തിനാണ് സക്കാത്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി ഉണ്ടാവും. സക്കാത്ത് അത് സമൂഹത്തിൽ സാമ്പത്തികമായി വിശ്വാസികൾക്കിടയിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി അള്ളാഹ് സംവിധാനിച്ചതാണ്. നിസ്കാരം എന്തിനാ? ഒരു പരിധി വരെയൊക്കെ അതിൻ്റെ ഹിക്മത്തുകൾ പറയാൻ സാധിക്കും. അതൊന്നും പറയാൻ കഴിയാത്തതാണ്. ജംറയിൽ എറിയുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിശാചിനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നമ്മളെ അതിനെന്തിനറിയണം? സഈ ഹാജർ റളിയല്ലാഹു അൻഹ നടന്നതിലൂടെ നമ്മളും നടക്കണം. അങ്ങനെ തവാഫിൻ്റെ എണ്ണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. മഖാം ഇബ്രാഹിമിൻ്റെ പിന്നിൽ നിസ്കരിക്കുക, ചിലത് തൊട്ടു വണങ്ങുക, ചിലത് തൊടണ്ട, ചുംബിക്കുക, ചിലത് ചുംബിക്കാൻ പാടില്ല, തൊടാൻ മാത്രമേ പാടുള്ളൂ, ചിലത് കൈകൊണ്ട് ആംഗ്യം കാണിക്കാം. ഇതൊക്കെ എന്താ? നമ്മുടെ ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയാത്ത. അവിടെ ഹജ്ജ് നൽകുന്നത് പൂർണ്ണമായി റബ്ബിൻ്റെ മുമ്പിൽ അടിമത്തട് കാണിക്കുക, വിധേയത്വം. സമിഅന വതഅന, പടച്ചോനെ നീ പറഞ്ഞു ഞങ്ങൾ അതുപോലെ അനുസരിക്കുന്നു എന്ന മനുഷ്യൻ്റെ വിധേയത്വവും അവൻ്റെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുമ്പിൽ തങ്ങളൊന്നുമല്ല എന്ന ഒരു വലിയ മെസ്സേജും ഹജ്ജ് നമുക്ക് നൽകുന്നുണ്ട്. മാത്രമല്ല സാധാരണയായി പിന്നീട് യൗമുൻ നഹർ വന്നു കഴിഞ്ഞാൽ ബലിയാണ്. ബലിയുടെ ദിവസം ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വാഭാവികമായിട്ടും മനസ്സിലേക്ക് കടന്നു വരും. സാധാരണ മലയാളത്തിലൊരു പ്രയോഗമുണ്ട്, പ്രേമത്തിന് കണ്ണില്ല എന്നൊരു പ്രയോഗം. അത് എവിടെയാണ് പ്രയോഗിക്കുന്നത്? അതൊരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോടുള്ള പ്രണയത്തിൻ്റെ വിഷയത്തിലാണ്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോടുള്ള പ്രണയത്തിൻ്റെ വിഷയത്തിൽ പോലും കണ്ണില്ല എന്ന പ്രയോഗം നടത്തുകയാണെങ്കിൽ, ആ സ്നേഹത്തിൻ്റെ വിഷയത്തിൽ പോലും കണ്ണില്ല എന്ന പ്രയോഗം നടത്തുകയാണെങ്കിൽ, അള്ളാഹിനോടുള്ള ഒരു അടിമയുടെ സ്നേഹത്തെ നമുക്ക് എങ്ങനെ നിർവചിക്കാൻ കഴിയും? ഇബ്രാഹിം നബിയുടെ അള്ളാഹുവിനോടുള്ള സ്നേഹം, അനിർവചനീയമായ വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാൻ പറ്റാത്ത അള്ളാഹിനോടുള്ള സ്നേഹം ഇങ്ങനെ തെളിയിച്ചുകൊണ്ട് മുന്നേറുന്ന സമയത്താണ് അള്ളാഹു ഒരു പരീക്ഷണം കൊടുക്കുന്നത്. അവസാന കാലഘട്ടത്തിൽ ഒരു കുഞ്ഞിനട് കൊടുത്തു. ഒരു പക്ഷേ പ്രായം കൂടുമ്പോൾ മക്കളോടുള്ള സ്നേഹം ഒന്നുകൂടി ശക്തിയാകും തോന്നുന്നു. ഒരു പക്ഷേ നമ്മളെയൊക്കെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നു എന്നൊരു തോന്നലുണ്ടാവാറുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രായം കൂടി ആകുമ്പോൾ ആ മക്കളോട് ചേർന്നിരിക്കാനുള്ള സമയവും സന്ദർഭവും. ഇബ്രാഹിം നബിക്ക് അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം പ്രകടിപ്പിച്ച് അത് സ്ഥാപിച്ച് മുന്നേറുകയാണ്. അതിനിടക്ക് മകൻ വന്ന് കയറുകയാണ്. മകനോടുള്ള സ്നേഹമല്ല, ഒരു പക്ഷെ ആവേശം, തൻ്റെ ഏക സന്താനത്തോടുള്ള ഇബ്രാഹിം നബിയുടെ ആവേശം കൊണ്ട് വന്നു. അവിടെ അള്ളാഹു തീരുമാനിക്കുകയാണ്, എന്നോടുള്ള സ്നേഹമാണോ ഇബ്രാഹിമിന് ശക്തി, അതല്ല അദ്ദേഹത്തിൻ്റെ ആവേശമായ മകനോടാണോ? അത് തെളിയിക്കണം ഇബ്രാഹിം എന്ന അള്ളാഹിൻ്റെ തീരുമാനം വരികയാണ്. ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ. ഇബ്രാഹിം നബി സുന്ദരമായി തെളിയിച്ചു, ഒന്നുമില്ല. ഹജ്ജ് പറയാണ്, നിന്റെ ജീവിതത്തിൽ എല്ലാം ത്യജിക്കാൻ തയ്യാറായിക്കോ, എന്തും ത്യജിക്കാൻ തയ്യാറായിക്കോ. അള്ളാഹുവിനെ കിട്ടണമെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ നീ ത്യജിക്കേണ്ടി വരും. വതല്ലഹു ലിൽ ജബീൻ, കടത്തി. നമ്മളൊന്നും ആ ഒരു സ്വന്തം കുഞ്ഞിനെ അറക്കുക എന്നൊക്കെ പറയുന്ന ഒരു സന്ദർഭം അങ്ങ് തീർക്കുക എന്ന് പറയുന്ന ജീവൻ കൊടുത്ത് നമ്മൾ സംരക്ഷിക്കുന്ന നമ്മുടെ മക്കളെ ആ കത്തിയുമായി കടത്തി ബന്ധിച്ച് അവസാനം പടച്ചോൻ കത്തിയെടുക്കുക ഇബ്രാഹിം എന്ന് പറയുന്നവരെ, അല്ലെങ്കിൽ ആ കൽപ്പന ഇല്ലായിരുന്നെങ്കിൽ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ബലി നൽകപ്പെടുമായിരുന്നു. ആ സമയത്ത് അള്ളാഹിൻ്റെ വിളിയാണ് വനാദൈനാഹു, നാം അദ്ദേഹത്തെ വിളിച്ചു, അയ്യാ ഇബ്രാഹിം, ഇബ്രാഹിമേ ഖദ് സ്വദ്ദഖ്ത റുഅ്യ, നീ നിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു, അത് സത്യമാക്കി പുലർത്തി. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരമാണ് നാം മുഹ്സിനുകൾക്ക് നാം പ്രതിഫലം നൽകുന്നത്. നീ ആ സ്വപ്നം സാക്ഷാത്കരിച്ച്, എനിക്കാ ബലി വേണ്ട, എനിക്ക് ഇത്രയേ ഉള്ളൂ. നിന്റെ മകനോടുള്ള ആവേശമാണോ എന്നോടുള്ള സ്നേഹമാണോ നിനക്ക് ശക്തമെന്നുള്ളത് നീ ഒന്ന് പ്രകടിപ്പിക്കണം. പിന്നെ പറഞ്ഞു മുഹ്സിനുകൾക്ക്, അങ്ങനെയാണ് മുഹ്സിനുകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നത്. മുസ്ലിം, മുഅ്മിൻ, മുഹ്സിൻ ഏറ്റവും ഉയർന്ന അവസ്ഥയാണ്. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹ് ഫഇന്നഹു യറാക്.
അല്ല നേരിട്ട് വന്ന് തന്നോട് കൽപ്പിക്കുന്നത് പോലെ ആ കൽപ്പനയെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വളരെ ഭംഗിയായി നിർവഹിക്കുന്ന ഒരു ചരിത്രം കൂടി ഹജ്ജിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹജ്ജിന് പോകുമ്പോൾ കേവലം ഒരു ദേശത്തേക്ക് പോകുന്നതിനപ്പുറത്ത് ഇതിൻ്റെ ഒരു ആത്മീയതയിലൂടെയും ഇതിൻ്റെ ഒരു ഈമാനിക വശത്തിലൂടെയും ഇതിൻ്റെ ഒരു റൂഹിലൂടെയും ആ മക്കയിലൂടെയും ആ മക്കയുടെ പരിസരങ്ങളിലൂടെയൊക്കെ നടക്കുമ്പോൾ ഈ ചരിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാനും അത് നമ്മുടെ വിശ്വാസത്തിന് കരുത്തായി മാറാനും അള്ളാഹുമായിക്കൊണ്ടുള്ള നമ്മുടെ ബന്ധത്തെ അടുപ്പിക്കാനും അത് സാധിക്കണം. ആ രൂപത്തിൽ ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന, വിശ്വാസം നിറഞ്ഞു നിൽക്കുന്ന, അള്ളാഹുവിൻ്റെ ഇഷ്ടം വാങ്ങാൻ കഴിയുന്ന, ജാഊനി ശുഅസൻ ഗുബറ എന്ന് അള്ളാഹ് പറയുന്ന അവൻ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെട്ടുകൊണ്ട് ഒരു ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.